ഈ സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുവാൻ സമാദരണീയനായ MP MI ഷാനവാസ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനായ TP അബ്ദുള്ള കോയ മദനി സാഹിബ് അവർകളെ, എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ മുഹമ്മദ് ഉണ്ണിയാജി അവർകളെ, CP കുഞ്ഞുമുഹമ്മദ് സാഹിബ്, ഡോക്ടർ മൊയ്തു, മറ്റ് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സഹോദരി സഹോദരന്മാരെ, ജാമിയ സലഫിയ എന്ന് പറയുന്ന പ്രസ്ഥാനം 30 വർഷത്തിന് മുമ്പ് പ്രവർത്തനം ആരംഭിച്ച് ഇന്ന് ഈ സമൂഹത്തിന് മുഴുവൻ മാതൃകയാകത്തക്ക രീതിയിൽ ഉജ്ജ്വല വ്യക്തിത്വത്തോടുകൂടി നിലനിൽക്കുന്ന ഒരു മഹാപ്രസ്ഥാനമായി കഴിഞ്ഞ 30 വർഷം കൊണ്ട് വളർന്നിരിക്കുകയാണ്. സലഫി പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ കേരളീയ മുസ്ലിം സമുദായത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടിയും കുതിച്ചുചാട്ടത്തിന് വേണ്ടിയും ഉയർച്ചയുടെയും വളർച്ചയുടെയും പടവുകൾ താണ്ടി മുമ്പോട്ട് നീങ്ങി സുസ്ഥിരമായ ഒരു വ്യക്തിപ്രഭാവത്തോടുകൂടി കൂടിയ സംഘടനാ ശൈലി വാർത്തെടുക്കുവാൻ നദ്വത്തുൽ മുജാഹിദിൻ്റെ കീഴിലുള്ള പ്രസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മുക്തകണ്ഠം പ്രശംസനീയമാണ്. ഒന്നുമില്ലാതെ കടന്നിരുന്ന ഈ സ്ഥലത്ത് 30 വർഷം കൊണ്ട് അറബിക് കോളേജും ഖുർആൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ബിരുദാനന്തര കോഴ്സുകൾ ഉൾക്കൊള്ളുന്ന ഫാർമസി കോളേജ്, CED സെൻറ്റർ, CBSE സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ, റെഫറൻസ് ലൈബ്രറി, കമ്പ്യൂട്ടർ സെൻറ്റർ, ആയുർവേദ ഹോസ്പിറ്റൽ, ആയുർവേദ ഔഷധ നിർമ്മാണശാല. പണ്ടൊക്കെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. മുസ്ലിം സമുദായത്തിൽ നിന്നും ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിൻ്റെ വളർച്ച ഇന്ന് കേരളീയ മുസ്ലിം സമൂഹം, ജനസമൂഹം വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും വലിയ മുന്നേറ്റമുണ്ടാക്കിയിട്ടുണ്ട്. ആ മുന്നേറ്റത്തിൽ കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ സംഭാവന നിസ്സംശയം നമുക്ക് എടുത്തു പറയത്തക്കതാണ്. പണ്ട് കോളേജിൽ പോവില്ല മുസ്ലിങ്ങൾ, വിദ്യാർത്ഥിനികൾ സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഉടനെ വിദ്യാഭ്യാസം നിർത്തും. മറ്റ് വളർച്ചയ്ക്കോ ലോകത്തെ കാണുന്നതിനോ അവർക്ക് സാധിക്കില്ല. പക്ഷേ അവിടെ നദ്വത്തുൽ മുജാഹിദിൻ്റെയും മറ്റ് മുസ്ലിം സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ നിമിത്തം മുസ്ലിം ജനസാമാന്യത്തിന് വളരുവാനും ഉയരുവാനും ബിരുദവും ബിരുദാനന്തര ബിരുദവും ശാസ്ത്ര ബിരുദവും അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ബിരുദവും നേടി അഭ്യസിക്കുവാൻ അവർക്കൊക്കെ ഈ കാലഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനത്തോടു കൂടി ഓർക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. എൻട്രൻസ് പരീക്ഷകളിൽ അച്ചടക്കത്തോടു കൂടിയുള്ള പെരുമാറ്റം, അച്ചടക്കത്തോടു കൂടിയുള്ള വിദ്യാഭ്യാസം ഈ സമൂഹത്തിന് മുഴുവൻ മാതൃകയായി പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ ഉയർത്തിക്കൊണ്ടുവരുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. ആധുനിക കമ്പോളവൽക്കരണ കാലഘട്ടത്തിൽ മനുഷ്യ സംസ്കാരത്തിന് ചിന്തിക്കുവാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള വൈകൃതങ്ങൾ അരങ്ങേറുമ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമൂഹത്തെ, സമുദായത്തെ
വാർത്തെടുക്കുവാൻ KNMന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഓർക്കുവാൻ സാധിക്കുന്നുണ്ട്. ഈ സമീപകാലത്ത് ഒരു പ്രതിഷേധ സമരം എന്നുള്ളതിൻ്റെ പേര് പറഞ്ഞ് യുവതീ യുവാക്കൾ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ സമരത്തിൻ്റെ പേരിൽ നടത്തിയിട്ടുള്ള പ്രതിഷേധങ്ങൾ അവിശ്വസനീയമാം വിണ്ണം നമ്മുടെ ചിന്തകൾക്കപ്പുറത്തേക്ക് പോകുന്നു. ചാനലുകളിൽ ചർച്ചകളാണ്. ഇതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള ചർച്ചകൾ, അനുകൂലിച്ചുകൊണ്ടുള്ള ചർച്ചകൾ, എതിർത്തുകൊണ്ടുള്ള ചർച്ചകൾ. ഇങ്ങനെയുള്ള സമരങ്ങൾ അരങ്ങേറുമ്പോൾ ഫാസിസ്റ്റ് ശക്തികൾ, സദാചാര വിരുദ്ധ പോലീസ് ചമയുന്ന ഒരു കാലഘട്ടവും നമ്മുടെ നാട്ടിലുണ്ടാവുന്നു. അവിടെയൊക്കെ മുസ്ലിം സമുദായത്തിൻ്റെ പെൺകുട്ടികളെ പിടിച്ചു നിർത്തുന്നതിൽ ഇരുവശങ്ങളിലും ചേരാതെ മാറി നിൽക്കുന്നതിൽ, പ്രത്യേകിച്ചും നമ്മുടെ സംസ്കാരം നമ്മളെ അനുവദിക്കാത്ത കുത്തഴിഞ്ഞ സ്വാതന്ത്ര്യം, അതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതിൽ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് വലിയ പങ്ക് കേരളത്തിൽ വഹിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അന്ധവിശ്വാസങ്ങൾക്കും അബദ്ധജടിലമായ ചിന്താഗതികൾക്കുമെതിരായി ദീനുൽ ഇസ്ലാമിനെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടി ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാകുവാൻ സാധിക്കുന്നു. ഞാൻ ഈ ക്യാമ്പസിൽ ആദ്യം വരികയാണ്. നദ്വത്തുൽ മുജാഹിദിന്റെ മിക്കവാറും എല്ലാ സമ്മേളനങ്ങളിലും കാലാകാലങ്ങളായി പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ക്യാമ്പസിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു ദൈവീകമായ അന്തരീക്ഷം ഇവിടെയുണ്ട്. അച്ചടക്കത്തിൻ്റെ അന്തരീക്ഷം, ഇസ്ലാമിക ചൈതന്യം നിറഞ്ഞു തുളുമ്പുന്ന ഒരു സാഹചര്യം ഇവിടെയുണ്ട് എന്നുള്ള കാര്യം നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഇസ്ലാമിൻ്റെ പ്രത്യേകത. 1400 വർഷങ്ങളായി ലോകത്തിന് മുഴുവൻ വഴികാട്ടിയായി ഇസ്ലാം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ അല്ലാഹുവിൽ അധിഷ്ഠിതമായ ചിന്തകളും അവന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലും പരിശുദ്ധ ഖുർആനിലും അടിയുറപ്പിച്ചുള്ള വിശ്വാസവും കൊണ്ട് ഒരു പുതിയ അന്തരീക്ഷം ഇവിടെ ഉണ്ടാക്കുവാൻ സാധിക്കുന്നുണ്ട്. ഈ സദസ്സ് തന്നെ എത്ര മനോഹരമാണ്. നദ്വത്തുൽ മുജാഹിദിനെ ഞാൻ പ്രശംസിക്കുന്നു. അബ്ദുള്ള കോയ മദനിയെയും അദ്ദേഹത്തിന്റെ സംഘത്തെയും ഞാൻ പ്രശംസിക്കുകയാണ്. മുഖ്യമന്ത്രി വരുന്ന ഒരു ചടങ്ങാണിത്. മുഖ്യമന്ത്രി ധാരാളം ചടങ്ങുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. 1-2 ചടങ്ങുകളിൽ മുഖ്യമന്ത്രിക്ക് പങ്കെടുക്കുവാൻ അസൗകര്യം മൂലം പങ്കെടുക്കുവാൻ സാധിച്ചിട്ടില്ല. അന്ന് മദനി സാഹിബിനും നമ്മെ വിട്ടുപിരിഞ്ഞ APക്കുമൊക്കെ ചില വിഷമമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് ഞങ്ങളുടെ പരിപാടിയിൽ മിസ്സാകുന്നു. എന്തുകൊണ്ട്? മനഃപൂർവമല്ല. അദ്ദേഹം നദ്വത്തുൽ മുജാഹിദിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. മുഖ്യമന്ത്രി ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ പ്ലാസ്റ്റിക് ബോർഡുകൾ ഇവിടെ നിന്നും മാറ്റി. പ്ലാസ്റ്റിക്കിന്റെ വിപത്തിനെ കുറിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പ്ലാസ്റ്റിക് ബോർഡുകൾ മുഴുവൻ മാറ്റി. അബ്ദുള്ള കോയ മദനി സാഹിബ് എന്നോട് ആദ്യം പറഞ്ഞതാണ്, ഞങ്ങൾ പ്ലാസ്റ്റിക് മാറ്റി. സ്നേഹിതരെ, നമ്മുടെ നാട് എത്ര ഭീകരമായ വിപത്തിനെയാണ് നേരിടുന്നത്. ഒരു ബോധവൽക്കരണം നടത്തുവാൻ നദ്വത്തുൽ മുജാഹിദിന് സാധിക്കണം.
സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എവിടെ ചെന്നാലും ക്യാൻസറാണ്. ഒരു കുടുംബത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ക്യാൻസർ പേഷ്യൻ്റ് ഇല്ലാത്ത ഒരു കുടുംബത്തെയും കേരളത്തിൽ കാണുവാൻ സാധിക്കില്ല. ഏറ്റവും സുരക്ഷിതം പച്ചക്കറി കൊണ്ടുള്ള ഭക്ഷണം കഴിക്കുന്നതാണ് എന്ന് കരുതിയതിൽ നിന്നും കാലം മാറി. അച്ചടക്കമില്ലാത്ത ഭക്ഷണ രീതികൾ, ജീവിതക്രമങ്ങൾ മനുഷ്യന്റെ താളങ്ങളെ തെറ്റിക്കുന്നു. അതിനെതിരായി ഒരു പ്രചരണം നടത്തുവാൻ നദ്വത്തുൽ മുജാഹിദിന് സാധിക്കുമാറാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ജാമിയ, ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ജാമിയ സലഫിയ പ്രസ്ഥാനം 30 വർഷം കഴിഞ്ഞിരിക്കുന്നു പ്രവർത്തനം ആരംഭിച്ചിട്ട്. 30 വർഷം കൊണ്ട് ഈ സമൂഹത്തിന്റെ അഭിമാനമായി ഈ പ്രസ്ഥാനം മാറി. ഇനിയും ധാരാളം വളരുവാനുണ്ട്, വികസിക്കുവാനുണ്ട്. ആയുർവേദ മരുന്നിന്റെ ഫാക്ടറി അടക്കം ഇവിടെ തുടങ്ങുകയാണ്. ഇവിടെ ഞാനതിന് നിങ്ങളെ അഭിനന്ദിക്കുമ്പോൾ കടകളിൽ കിട്ടുന്ന ആയുർവേദ മരുന്നുകൾക്കൊന്നും ഇപ്പോൾ യാതൊരു നിലവാരവുമില്ല. അവിടെയാണ് സ്തുത്യർഹമായ രീതിയിൽ നല്ല മരുന്നുകൾ ഉൽപ്പാദിപ്പിച്ച് മനുഷ്യന് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ജാമിയ സലഫിയ പ്രസ്ഥാനവും കേരള നദ്വത്തുൽ മുജാഹിദീനും മുജാഹിദിന്റെ കീഴിലുള്ള ഈ പ്രസ്ഥാനത്തിന് ഇനിയും ബഹുദൂരം മുമ്പോട്ട് പോകുവാൻ അള്ളാഹുവിന് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് എൻ്റെ വിനയത്തോടു കൂടിയുള്ള എല്ലാ ആശംസകളും ഞാൻ അർപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.